ആ യേശു മറിയയുടെ മകനായി ജനിച്ചപ്പോൾ തന്നെ വാഗ്ദത്തമുള്ളവനായി പുറത്തു വന്നു. കാരണം യേശുവിൻ്റെ ജനനത്തിൻ്റെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അതേ സ്ത്രീ ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. മനുഷ്യനെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിപ്പുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. മനുഷ്യരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി. ആ യേശു ഈ ഭൂമിയിൽ 33 തിരുവയസ്സ് വരെയും ജീവിച്ചു. യൗവനരക്തം മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തരുവാനിടയായി തീർന്നു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ രക്തമാകുന്നു. ആ യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ആ യേശുവിൻ്റെ രക്തം ഇന്നും അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാ. ആ യേശുവിൻ്റെ രക്തം ഇന്ന് അനേകരെ രക്ഷിക്കുകയാ. ആ യേശുവിൻ്റെ രക്തം നിമിത്തമാണ് ഇന്ന് അനേകർക്കും ജീവൻ പകരുവാനിടയായി തീരുന്നത്. ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും പ്രിയമുള്ളവരെ, നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ജനനം എന്ന 3 അക്ഷരത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീണു. ജനനം, ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത് കുടുംബക്കാർക്ക്, അയൽവക്കക്കാർക്ക്, അറിയുന്നവർക്കെല്ലാം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ ജനനം എന്ന 3 അക്ഷരം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞി ഭൂമിയിലേക്ക് ജനിച്ചു വീഴും. എന്നാൽ ആ ബാല്യകാലമൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി പോകുന്ന ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ജീവിതം എന്ന 3 അക്ഷരത്തിൽ തൻ്റെ ജീവിതം ആരംഭം കുറിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെതായ കഷ്ടപ്പാടുകള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ഭാരങ്ങള്, ജീവിതഭാരം ജീവിതത്തിലേറി വരുമ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അങ്ങനെ ജീവിതത്തിന്റെ 2 അറ്റത്തെയും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരനുഭവത്തിലെ ഒരു കാലയളവിലാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുകാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ പ്രതീക്ഷയോടെ തുടങ്ങുന്നത് എന്നാൽ വേണ്ടുപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനമില്ല എന്ന് പറയും. ഒരു ഓഫീസ് ജോലിക്കാരോട് ചോദിച്ചാൽ അവർ പറയും, അവരായിരിക്കുന്ന മേഖലകളിൽ, അവരായിരിക്കുന്ന പൊസിഷനിൽ അവർ ജോലി ചെയ്യുമ്പോൾ മുകളിൽ നിന്നുള്ള പ്രശ്ന നിമിത്തം അവർക്കും സമാധാനമില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, എന്താ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ട്? സമാധാനമില്ലാത്തത് കൊണ്ട്. ജോലിയുണ്ട്, സാലറിയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് അനുഭവിപ്പാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതം ക്ഷണികമാണ്.